അപ്പോൾ ലോക വനവിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം 10ആണ്. അപ്പോൾ ലോക വനവിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം 10ആണ്. ഇന്ത്യയുടെ വനവിസ്തൃതി എത്ര ശതമാനം? അപ്പോൾ 24.16% ഇന്ത്യയുടെ വനവിസ്തൃതി വരുന്നത്. ദേശീയ ഉദ്യാനങ്ങളുടെ എണ്ണം. അപ്പോൾ ഇന്ത്യയിലെ ദേശീയ ഉദ്യാനങ്ങളുടെ എണ്ണം വരുന്നത് 103ആണ്. ഇന്ത്യൻ വനശാസ്ത്രത്തിന്റെ പിതാവ് വരുന്നത് ഡിഡ്രിച്ച് ബ്രാൻഡിസ് ആണ്. അപ്പോൾ ഇന്ത്യൻ വനശാസ്ത്രത്തിന്റെ പിതാവ് ഡിഡ്രിച്ച് ബ്രാൻഡിസ് ആണ്. പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്താൻ ഇന്ത്യയുടെ എത്ര ശതമാനം വനം ആവശ്യമാണ്? 33.3% വനം ആവശ്യമാണ്. അടുത്തത് ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. ഏറ്റവും കുറവ് വനവിസ്തൃതിയുള്ള സംസ്ഥാനം ഹരിയാനയാണ്. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം മിസോറാമാണ്. അപ്പോൾ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം മിസോറാമാണ്. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ് വനമുള്ള സംസ്ഥാനം ഹരിയാനയാണ്. അപ്പോൾ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ് വനമുള്ള സംസ്ഥാനം ഹരിയാനയാണ്. വനം കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം വരുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ്. വനം കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം വരുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ്. വനവിസ്തൃതി ഏറ്റവും കുറവുള്ള കേന്ദ്രഭരണ പ്രദേശം ദാമൻ ദിയു ആണ്. ഇന്ത്യയിലെ ബയോസ്ഫിയർ റിസർവുകളുടെ എണ്ണം 18ആണ്. ഇന്ത്യയിലെ ബയോസ്ഫിയർ റിസർവുകളുടെ എണ്ണം 18ആണ്. ഇന്ത്യയിലെ ബയോസ്ഫിയർ റിസർവ് ആരംഭിക്കാൻ കാരണമായ യുനെസ്കോയുടെ പദ്ധതിയാണ് മാൻ ആൻഡ് ദ ബയോസ്ഫിയർ പ്രോഗ്രാം. ഇന്ത്യയിലെ ആദ്യത്തെ ടൈഗർ റെപ്പോസിറ്ററി സെൽ നിലവിൽ വന്ന സ്ഥലം ഡെറാഡൂൺ ആണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ടൈഗർ റെപ്പോസിറ്ററി നിലവിൽ വന്ന സ്ഥലം ഡെറാഡൂൺ ആണ്. സിംഹങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഏക ദേശീയോദ്യാനമാണ് ഗിർ ദേശീയോദ്യാനം. അപ്പോൾ സിംഹങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഏക ദേശീയോദ്യാനം വരുന്നത് ഗിർ ദേശീയോദ്യാനമാണ്. ഗുജറാത്തിലെ ജുനഗഡ് ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ ബംഗാൾ കടുവയുടെ പ്രധാന ആവാസ കേന്ദ്രമാണ് മനാസ്. അപ്പോൾ ഇന്ത്യയിലെ ബംഗാൾ കടുവയുടെ പ്രധാന ആവാസ കേന്ദ്രമാണ് മനാസ്. ഇന്ത്യയിൽ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗത്തിന്റെ സംരക്ഷണ കേന്ദ്രമാണ് കാസിരംഗ നാഷണൽ പാർക്ക്, ആസാം. അപ്പോൾ ഇന്ത്യൻ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗത്തിന്റെ സംരക്ഷണ കേന്ദ്രം വരുന്നതാണ്. വെള്ളക്കടുവകൾക്ക് പ്രസിദ്ധമായ ഇന്ത്യയിലെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് നന്ദൻകാനൻ. അപ്പോൾ വെള്ളക്കടുവകൾക്ക് പ്രസിദ്ധമായ ഇന്ത്യയിലെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് നന്ദൻകാനൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്ന സംസ്ഥാനം വെസ്റ്റ് ബംഗാളാണ്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനമുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാറും ദേശീയോദ്യാനം ഇല്ലാത്ത സംസ്ഥാനം പഞ്ചാബാണ്. അപ്പോൾ ദേശീയോദ്യാനങ്ങൾ ഇല്ലാത്ത സംസ്ഥാനം പഞ്ചാബാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് വരുന്നത് നീലഗിരിയാണ്, 1986. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് വരുന്നത് നീലഗിരിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് വരുന്നത് അഗസ്ത്യാർകൂടമാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്കാണ് അഗസ്ത്യാർകൂടം. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് വരുന്നത് ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ്, 1936 ഇത് വരുന്നത്. ഈ ജിം കോർബറ്റ് നാഷണൽ പാർക്ക് തന്നെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ടൈഗർ റിസർവും വരുന്നത്. ഈ ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിന്റെ ആദ്യത്തെ പേരാണ് ഹെയ്ലി ദേശീയോദ്യാനം. അപ്പോൾ ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിന്റെ ആദ്യത്തെ പേരാണ് ഹെയ്ലി ദേശീയോദ്യാനം. ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് വരുന്നത് ഗ്യാൻ ഭാരതിയാണ്, റാൻ ഓഫ് കച്ച് ഗുജറാത്താണ്. അപ്പോൾ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ആണിത്. ഏറ്റവും ചെറിയ ബയോസ്ഫിയർ റിസർവ് വരുന്നത് ദിബ്രു സൈക്കോവയാണ്. ആസാമിലുള്ള ദിബ്രു സൈക്കോവയാണ് ഏറ്റവും ചെറിയ ബയോസ്ഫിയർ പാർക്ക്.
ഏറ്റവും വലിയ ദേശീയോദ്യാനം വരുന്നത് ഹെമിസ് നാഷണൽ പാർക്കാണ്. അപ്പോൾ ലഡാക്കിലെ ഹെമിസ് നാഷണൽ പാർക്കാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം. ലോകത്തിലെ ചില ഭാഗങ്ങളിൽ ഒരു കോട്ടവും വരാതെ സംരക്ഷിക്കപ്പെടുന്ന വനങ്ങൾ അറിയപ്പെടുന്നതാണ് കന്യാവനങ്ങളെന്ന്. ഇനി ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റയിൽ കാണപ്പെടുന്ന വനങ്ങൾ പറയപ്പെടുന്ന പേരാണ് കണ്ടൽ വനങ്ങൾ. അപ്പോൾ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റകളിൽ കാണപ്പെടുന്ന വനങ്ങളാണ് കണ്ടൽ വനങ്ങൾ. അടുത്തത് വരുന്നത് കാന പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. ഇന്ത്യയിലെ ആകെ ടൈഗർ റിസർവുകളുടെ എണ്ണം വരുന്നത് 50 അപ്പോൾ ഇന്ത്യയിൽ ആകെയുള്ള ടൈഗർ റിസർവുകളുടെ എണ്ണം വരുന്നത് 50. ഏറ്റവും അവസാനം രൂപം കൊണ്ട ടൈഗർ റിസർവ് ആണ് കംലാങ്. അപ്പോൾ അരുണാചൽ പ്രദേശിലെ കംലാങ് ആണ് ഏറ്റവും അവസാനം രൂപം കൊണ്ട ടൈഗർ റിസർവ്. ഇന്ത്യയിലെ ഒരേ ഒരു ഒഴുകുന്ന ദേശീയോദ്യാനമാണ് കെയ്ബുൾ ലംജാവോ. രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് വരുന്നത് കുടക് മൈസൂരാണ്. രാജീവ് ഗാന്ധി സുവോളജിക്കൽ പാർക്ക് വരുന്നത് പൂനെയിലാണ്. അപ്പോൾ രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് വരുന്നത് കുടക് മൈസൂരും രാജീവ് ഗാന്ധി സുവോളജിക്കൽ പാർക്ക് വരുന്നത് പൂനെയിലാണ്. ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് വരുന്നത് തിരുപ്പൂർ കോയമ്പത്തൂരാണ്. ഇന്ദിരാഗാന്ധി സുവോളജിക്കൽ പാർക്ക് വരുന്നത് വിശാഖപട്ടണത്താണ്. സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് വരുന്നത് മുംബൈയിലാണ്. അടുത്തത് വരുന്നത് കൈഗ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് അൻഷി ദേശീയോദ്യാനം. കർണാടകയിലാണിത്. കൈഗ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് അൻഷി ദേശീയോദ്യാനം. ഇന്റർവ്യൂ ഐലൻഡ് വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാറിലാണ്. ഹെമിസ് ദേശീയോദ്യാനത്തിലെ പ്രധാന സംരക്ഷിത മൃഗമാണ് ഹിമപ്പുലികൾ. റുഡ്യാർ ക്ലിപ്പിങ്ങിന്റെ ജംഗിൾ ബുക്ക് എന്ന കഥയിലെ പരാമർശിക്കുന്ന ദേശീയോദ്യാനമാണ് കൻഹ ദേശീയോദ്യാനം. അപ്പോൾ വരുന്നത് ഹെമിസ് ദേശീയോദ്യാനത്തിലെ പ്രധാന സംരക്ഷിത മൃഗമാണ് ഹിമപ്പുലികൾ. റുഡ്യാർ ക്ലിപ്പിങ്ങിന്റെ ജംഗിൾ ബുക്ക് എന്ന കഥയിൽ പരാമർശിക്കുന്ന ദേശീയോദ്യാനമാണ് കൻഹ ദേശീയോദ്യാനം. ഇനി വരുന്നത് വനങ്ങളും വന്യജീവി സമ്പത്തുകളുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാന വർഷങ്ങളാണ്. അപ്പോൾ വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1972 വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1972. പ്രോജക്റ്റ് ടൈഗർ വരുന്നത് 1973. ജലമലിനീകരണ നിയന്ത്രണം ആക്ട് വരുന്നത് 1974. വനസംരക്ഷണ നിയമം വരുന്നത് 1980. വായു മലിനീകരണ നിയന്ത്രണം ആക്ട് വരുന്നത് 1981. കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രാലയം നിലവിൽ വന്നത് 1985. പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വരുന്നത് 1986. പ്രോജക്റ്റ് എലിഫന്റ് വരുന്നത് 1992. അപ്പോൾ പ്രോജക്റ്റ് എലിഫന്റ് വരുന്നത് 1992. ഇന്ത്യൻ ജൈവ വൈവിധ്യ നിയമം നിലവിൽ വരുന്നത് 2002. ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ പാർക്കാണ് മനാസ് നാഷണൽ പാർക്ക്. അപ്പോൾ ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ പാർക്കാണ് മനാസ് നാഷണൽ പാർക്ക്. മിനി കാസിരംഗ എന്നറിയപ്പെടുന്നത് ഒറാങ് ദേശീയോദ്യാനമാണ്. അപ്പം മിനി കാസിരംഗ എന്നറിയപ്പെടുന്നത് ഒറാങ് ദേശീയോദ്യാനമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് വരുന്നത് ബണർഘാട്ടയാണ്, കർണാടകയിലാണ്. അടുത്തത് വരുന്നത് കെൻ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് പന്ന ദേശീയോദ്യാനം. വിദർഭയുടെ രത്നം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം തഡോ ദേശീയോദ്യാനമാണ്. അപ്പം വിദർഭയുടെ രത്നം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനമാണ് തഡോ ദേശീയോദ്യാനം. മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് വാണ്ടൂർ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ്. അപ്പം മഹാത്മാഗാന്ധി മറൈൻ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് വാണ്ടൂർ ആൻഡമാൻ ദ്വീപുകളിലാണ്. വനസംരക്ഷണ രംഗത്ത് നൽകുന്ന പുരസ്കാരമാണ് ഇന്ദിര പ്രിയദർശിനി വൃക്ഷമിത്ര അവാർഡ്. വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ ആണ്.